PSCക്ക് പഠിക്കണ അന്നു മുതൽ തോന്നിയതാ ദിവസം പഠിക്കണമെന്ന്. പക്ഷെ അങ്ങനെ ഒരിക്കലും ദിവസം പഠിക്കാൻ പറ്റാറില്ല. അതേപോലെ തന്നെയായിരുന്നു ഇന്നത്തെ ദിവസവും. ഇന്ന് രാവിലെ എനിക്ക് എണീക്കാനേ കഴിഞ്ഞില്ല. രാവിലെ തൊട്ട് ഇന്ന് മൂഡില്ലാത്തതും അതേപോലെ തന്നെ നല്ല തലവേദന ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ എണീക്കാൻ പറ്റിയില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പഠിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മടി. അങ്ങനെ കുറച്ച് നേരം ഒന്ന് വിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം തന്നെ. അതൊന്ന് ഉറങ്ങി ഒരു 3:30 ആയപ്പോൾ ഒന്ന് എണീറ്റു. പഠിച്ചതല്ലേ, ഒന്ന് വിട്ടുപോയാൽ പോയതാണ്. അപ്പോൾ അത് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം ഒന്ന് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തു. പിന്നെ കുറച്ച് പുതിയ ഈ നവോത്ഥാനം തന്നെയാണ് കേട്ടോ ഇന്നും നോക്കിയത്. ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്ത പോയിൻ്റ് ഒരു 2-3 പേജും കൂടി ഞാൻ റാങ്ക് ഫയലിൽ വെച്ച് നോക്കി. അതേപോലെ തന്നെ എൻ്റെ എക്സ്ട്രാ നോട്ടിലുള്ള പോയിൻ്റ് കൂടി ഞാൻ നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോറടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ വർക്കൗട്ട് ചെയ്തു. നമുക്ക് മടിയുള്ള സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴേ ഒന്ന് മാറി കിട്ടുള്ളൂ. ഫുൾ ടൈം ഇങ്ങനെ ബുക്ക് മാത്രം റാങ്ക് ഫയലും നോട്ട് ബുക്കും ഒക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് മടി പിടിക്കും. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, കൂടുതൽ ഈ റാങ്ക് ഫയലും അതേപോലെ തന്നെ നോട്ട്സിനേക്കാളും എത്രയോ ബെറ്ററാണ് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കളക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. ഡെയിലി 2 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ധാരാളം ക്വസ്റ്റ്യനും ആൻസറും പഠിക്കാൻ സാധിക്കും. ദിവസവും മടി പിടിക്കാതെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് PSCക്ക് റാങ്ക് നേടാൻ തന്നെ സാധിക്കുമല്ലേ. ഈ മടിയാണ് എല്ലാത്തിനും കാരണം. പക്ഷേ ഇന്ന് മടിയൊക്കെ മാറ്റി ഞാൻ കുറച്ച് നേരം 3:30 മുതൽ ഒരു 6:30 വരെ പഠിച്ചു കേട്ടോ. നമ്മുടെ മടിയെല്ലാം മാറ്റിയാൽ മാത്രമേ നമുക്ക് PSC എന്ന മല കയറി അതിൻ്റെ മുകളിലെത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.